നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2016 +2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ സെഷനാണ്. രണ്ടാമത്തെ വീഡിയോ ആണിത്. ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറയാറുണ്ട്. പല ടീച്ചേഴ്സും നമ്മുടെ വീഡിയോസ് സജസ്റ്റ് ചെയ്യാറുണ്ട്, വീഡിയോസ് കണ്ട് പഠിക്കണം എന്ന് പറയാറുണ്ടെന്ന്. അത് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ സഹകരണം ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലി ഒരു ബിഗ് ഫാമിലിയായി മാറ്റുക. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾ തിരിച്ചും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പീച്ചും, ആക്ച്വലി ഒരു സ്പീച്ചല്ല, ഓറിട്ട് 2 സ്പീച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ആ 2 സ്പീച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ, സെമിനാർ റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എങ്ങനെയാണ് സെമിനാർ റിപ്പോർട്ട് എഴുതുക, വളരെ ഈസി ആയിട്ട് ഫോമാറ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെമിനാർ റിപ്പോർട്ട് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീച്ച് എങ്ങനെ ഈസി ആയിട്ട് എഴുതാം എന്നുള്ളതും ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ 2 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ്, 3 ആൻസേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെമിനാർ ഓൺ മാൻഗ്രൂവ്സ്, എ റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, വാസ് കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ. റീഡ് ദ പ്രോഗ്രാം ഷെഡ്യൂൾ ഓഫ് ദ സെമിനാർ ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം ആണെന്നും ടൈം തന്നിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടുണ്ട്, പിന്നെ പ്രോഗ്രാമിൻ്റെ ചാർട്ട് തന്നിട്ടുണ്ട്. പ്രെയർ ആരാണ്, വെൽക്കം സ്പീച്ച് ആരാണ്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ആരാണ്, ഫെലിസിറ്റേഷൻ ആരാണ്, അതുപോലെ തന്നെ പേപ്പർ പ്രസൻറ്റേഷൻസ് നടത്തിയത് ആരൊക്കെയാണ്, വോട്ട് ഓഫ് താങ്ക്സ് ആരാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചാർട്ടിൽ തന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതൊരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നോക്കാം. സോ ഇതിന് ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. A seminar was conducted in the school auditorium on 7th July 2015 on the topic Mangroves, a rich source of biodiversity. സോ മാൻഗ്രോവ്സ്, അതായത് കണ്ടൽക്കാടുകൾ ബയോഡൈവേഴ്സിറ്റി, ജൈവവൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ് എന്നുള്ള ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു സെമിനാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 27-ാം തീയതി നടത്തുകയുണ്ടായി, ജൂലൈ 2015. The seminar began at 10 AM with a prayer by the school choir. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രോഗ്രാം ചാർട്ടിലുണ്ട്. It was followed by welcome speech by Mrs. Sushila Kumari, the principal. Dr. Satish Chandran, a renowned environmental activist, gave the presidential address and he emphasized the need to preserve മാൻഗ്രോവ്സ്. സോ ഡോക്ടർ സതീഷ് ചന്ദ്രനായിരുന്നു പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടത്തിയത്. അദ്ദേഹം മാൻഗ്രോവ്സ് അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ പ്രിസർവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമാണ് ചീഫ് ഗസ്റ്റ് എന്ന് നമുക്ക് ചാർട്ട് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെപ്പറ്റി നമ്മൾ എഴുതണം. He talked in details about the issues faced by the environment and also about the precautions we must take. അപ്പോൾ എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റ് ഇന്ന് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അതുപോലെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അതിനെ പറ്റിയിട്ടും അദ്ദേഹം സംസാരിച്ചു. He talks about ecological value of mangroves and how important it is to the environment. അദ്ദേഹം മാൻഗ്രോവ്സിൻ്റെ എക്കോളജിക്കൽ വാല്യൂവിനെ പറ്റിയിട്ടും അത് എങ്ങനെയാണ് എൻവയോൺമെൻറ്റിന്, പരിസ്ഥിതിക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നതിനെ പറ്റിയിട്ടും സംസാരിച്ചു. He also added about it as the home to different species. അതുപോലെ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അതെന്ന് പറയുന്നത് പല സ്പീഷ്യസിൻ്റെയും, പല ജന്തുവൈവിധ്യത്തിൻ്റെയും ഹോമാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തു. He talked in detail about the ways to preserve it. സോ എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കേണ്ടത്, ആ രീതികളെ പറ്റിയിട്ടും പല വഴികളെ പറ്റിയിട്ടും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. He recited a poem by ONV Kurup, ഭൂമിക്ക് ഒരു ചരമഗീതം, and stressed the importance of preserving nature for future generation. അദ്ദേഹം ONV കുറുപ്പിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഭൂമിക്ക് ഒരു ചരമഗീതം എന്നുള്ള കവിത ആലപിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ എൻവയോൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നേച്ചറിനെ പ്രിസർവ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും സംസാരിച്ചു. ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള ആ ഒരു പോയത്തിൻ്റെ പേര് നമ്മൾ ഇൻവെർട്ടഡ് കോമാസിൽ ഇടണം കേട്ടോ. There was felicitation by
Miss Shanti, the ward counselor, she added that as a ward counselor, she is doing her best to preserve the environment. അപ്പോൾ ശാന്തി എന്താണ് പറഞ്ഞത്? വാർഡ് കൗൺസിലറായിട്ടുള്ള ശാന്തി പറഞ്ഞത് അവർ ഈ ഒരു എൻവയോൺമെൻറ്റിനെ പ്രിസർവ് ചെയ്യാനായിട്ട് മാക്സിമം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. Then paper presentation session started and there were 4 papers presented by the following people: Mangroves, a source of biodiversity by Adira M. Pokkudan, the legend of mangroves by Naufia. Ways to preserve mangroves by Shyam Gopal. And mangroves in Kerala by Vaishak. After that, there was a discussion session. Students asked different questions and it is clarified by paper presenters. അപ്പോൾ പേപ്പർ പ്രസൻറ്റേഷൻസ് ഉണ്ടായിരുന്നു. 4 പേപ്പേഴ്സ് ആയിരുന്നു പ്രസൻറ്റ് ചെയ്തത്. ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ആ ക്ലൂവിൽ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതുപോലെ എഴുതിയാൽ മതി. അതിനുശേഷം ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷൻ സെഷനിൽ സ്റ്റുഡൻസ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പേപ്പർ പ്രസൻറ്റേഴ്സ് ക്ലാരിഫൈ ചെയ്തു. ഇറ്റ് വാസ് എ നൈസ് സെഷൻ. This was followed by a vote of thanks by Divya Krishna, the school leader. അതിനുശേഷം ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ടായിരുന്നു. ദിവ്യ കൃഷ്ണ എന്നുള്ള സ്കൂൾ ലീഡറായിരുന്നു വോട്ട് ഓഫ് താങ്ക്സ് നൽകിയത്. The seminar ended with a national anthem by school choir. അതുപോലെ സെമിനാർ എൻഡ് ചെയ്തത് നാഷണൽ ആന്തത്തോടു കൂടിയാണ്. സ്കൂൾ choir ആയിരുന്നു നാഷണൽ ആന്തം ആലപിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെമിനാർ റിപ്പോർട്ട്. ഇതിൽ എങ്ങനെയാണ് ഈസിലി സെമിനാർ റിപ്പോർട്ട് എഴുതുക? കുറച്ച് ഫോമാറ്റിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ എപ്പോഴും ടോപ്പിക്ക് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. മാൻഗ്രോവ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് ഇവിടെ സെമിനാർ റിപ്പോർട്ട് സെമിനാറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. മാൻഗ്രോവ് റിച്ച് സോഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർക്കണം. അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇത്തിരി ടഫ് എന്ന് പറയാനായിട്ട്. ടഫല്ല, ഇത്തിരി ഇംഗ്ലീഷ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവർക്കൊരു പ്രയാസം എന്ന് പറയുന്നത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ്. ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഉള്ള അടുത്ത ക്വസ്റ്റ്യൻ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള പ്ലേയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ അവർ ഓഫ് ട്രൂത്ത് ഷോസ് ഹൗ ആൻ അപ്രൈറ്റ് മാൻ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ഓഫ് ബ്രൈബ്. പ്രിപ്പയർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി അബൌട്ട് ദ ടോപ്പിക് ഓണസ്റ്റി ഇൻ പബ്ലിക് ലൈഫ്. സോ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള ആ ഒരു പ്ലേയിൽ എങ്ങനെയാണ് ഒരു അപ്രൈറ്റ് മാൻ വിച്ച് മീൻസ് ഒരു സത്യസന്ധനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ബ്രൈബ് എന്ന് പറയുമ്പോൾ കൈക്കൂലി റെസിസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എങ്ങനെ നിന്നു എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചതാണ്. ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കാണുക കേട്ടോ. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പീച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും സ്കൂൾ അസംബ്ലിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്പീച്ച് തയ്യാറാക്കണം. ടോപ്പിക്ക് ഓണസ്റ്റി ഇൻ പബ്ലിക് ലൈഫ് എന്നാണ്. അതായത് നമ്മുടെ പബ്ലിക് ലൈഫിൽ നമ്മൾ പുലർത്തേണ്ട സത്യസന്ധതയെ പറ്റിയിട്ടാണ് ഈ ഒരു ടോപ്പിക്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പീച്ച് തയ്യാറാക്കുക എന്ന്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സ്പീച്ച് എങ്ങനെ എഴുതാം എന്നുള്ളത്. അതിൻ്റെ ഒരു ഫോമാറ്റും പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഗസ്റ്റിനെ വിഷ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഓണറബിൾ ഡിഗ്നിറ്ററീസ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് വിഷ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ഒരു കൊട്ടേഷൻ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം. അപ്പോൾ ഒരു കൊട്ടേഷൻ ആഡ് ചെയ്യാം. വില്യം ഫോക്നർ എന്നുള്ള ഫേമസ് റൈറ്റർ പറഞ്ഞിട്ടുള്ളൊരു കൊട്ടേഷനാണ്. വില്യം ഫോക്നർ വൺസ് സെഡ്, നെവർ ബി അഫ്രൈഡ് ടു റേസ് യുവർ വോയിസ് ഫോർ ഓണസ്റ്റി ആൻഡ് ട്രൂത്ത് ആൻഡ് കമ്പാഷൻ അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ആൻഡ് ലൈയിങ് ആൻഡ് ഗ്രീഡ്. If people all over the world would do this, it would change the earth. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ വോയിസ് ഓണസ്റ്റിക്കും ട്രൂത്തിനും കമ്പാഷനും എതിരെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ശബ്ദം ഉയർത്തണമെന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഈ ലോകം തന്നെ മാറുമെന്ന് അദ്ദേഹം പറയുന്നു. ഇറ്റ് ഈസ് ട്രൂ, ഓണസ്റ്റി ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വിർച്യൂസ് ഇൻ ദിസ് എർത്ത്. അപ്പം അത് സത്യമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് സത്യസന്ധത തന്നെയാണ്. ഇറ്റ് ഹാസ് ദ പവർ ടു ചേഞ്ച് എർത്ത്. സത്യസന്ധതയ്ക്ക് ലോകത്തെ ചേഞ്ച് ചെയ്യാനുള്ള പവറുണ്ട്. എസ്പെഷ്യലി ഇൻ പബ്ലിക് ലൈഫ് ഓണസ്റ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. പൊതുജീവിതത്തിൽ നമുക്ക് ഓണസ്റ്റി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇറ്റ് ഈസ് എ നെസസറി ക്വാളിറ്റി ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിലുള്ള നെസസറി ക്വാളിറ്റിയാണ് ശരിക്കും ഓണസ്റ്റി. We have to be honest and true in life even in good and bad situations. Good situations ആയാലും ബാഡ് സിറ്റുവേഷൻസ് ആയാലും നമ്മൾ ഓണസ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓണസ്റ്റി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടെല്ലിംഗ് ദ ട്രൂത്ത് ബട്ട് ഓൾസോ ബീങ് റിയൽ വിത്ത് അവേഴ്സെൽസ്. സത്യം പറയുക എന്നുള്ളത് മാത്രമല്ല ഓണസ്റ്റി, നമ്മൾ സത്യസന്ധരായിട്ടിരിക്കുക, നമ്മൾ എന്താണോ അതായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത് കൂടി ഓണസ്റ്റിയിൽ ഉൾപ്പെടുന്നു. An honest man always live happily.
വൈൽ എ ലയർ ഓൾവേസ് സ്ട്രഗിൾ. ഒരു ഓണസ്റ്റ് മാൻ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു, എന്നാൽ കള്ളം പറയുന്ന ഒരാൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. Honesty also helps in developing qualities like kindness, punctuality, discipline, humanity, etc. ഓണസ്റ്റി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റീസ് ആയ കൈൻഡ്നെസ്സും പങ്ക്ച്വാലിറ്റിയും ഡിസിപ്ലിനും ഹ്യൂമാനിറ്റിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു. ആ ക്വാളിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം എ ലയർ ഇസ് ഓൾവേസ് ഗ്രീഡ് ആൻഡ് സെൽഫിഷ്. അപ്പം ഈ ക്വാളിറ്റീസൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ ഓണസ്റ്റി ഹെൽപ്പ് ചെയ്യുമെങ്കിൽ കള്ളം പറയുക, ലയിങ് എന്നുള്ളൊരു ക്വാളിറ്റി ഗ്രീഡും സെൽഫിഷുമാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഹി ഓൾവേസ് ട്രൈ ടു മേക്ക് ലേം എക്സ്ക്യൂസസ്. Honesty removes fear from the heart and makes a person confident, brave and courageous. അതുപോലെ കള്ളം പറയുന്ന ആൾ എപ്പോഴും ലെയിം എക്സ്ക്യൂസസ്, ആവശ്യമില്ലാത്ത എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓണസ്റ്റി എപ്പോഴും ഫിയർ, അതായത് പേടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുന്നു. അതുപോലെ ഒരു മനുഷ്യനെ കോൺഫിഡൻ്റ് ആക്കി, ബ്രേവ് ആക്കി, കറേജുള്ളൊരു മനുഷ്യനാക്കി മാറ്റുന്നു. ധൈര്യശാലിയും അതുപോലെ തന്നെ നമ്മൾ കോൺഫിഡൻറ്റും ആക്കി മാറ്റുന്നുണ്ടെന്നാണ് പറയുന്നത് സത്യസന്ധത. An honest person is trusted and honored by one and all. അതുപോലെ ഓണസ്റ്റ് പേഴ്സൺ, സത്യസന്ധനായ ഒരു മനുഷ്യനെ എല്ലാവരും വിശ്വസിക്കും, എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യും. സോ ഫോർ എ കംഫർട്ടബിൾ പബ്ലിക് ലൈഫ്, ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് കരിയർ അഡ്വാൻസ്മെൻറ്റ്, ടു ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ഓണസ്റ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പബ്ലിക് ലൈഫും ഹെൽത്തി റിലേഷൻഷിപ്പും അതുപോലെ കരിയറിൽ ഒരു അഡ്വാൻസ്മെൻറ്റും ഒക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രൂത്തും ഓണസ്റ്റിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഡെവലപ്പ് ചെയ്യണം. ആൻഡ് ഓണസ്റ്റ് മാൻ ഓൾവേസ് ദ ഹാപ്പിയസ്റ്റ് ആൻഡ് പീസ്ഫുൾ വൺ ബോത്ത് ഇൻ ഹിസ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫ്. സത്യസന്ധനായ ഒരു മനുഷ്യൻ എപ്പോഴും സന്തോഷമുള്ളവനും സമാധാനമുള്ളവനും ആയിരിക്കും. അത് പ്രൈവറ്റ് ലൈഫിലായാലും ശരി, അതായത് സ്വകാര്യ ജീവിതത്തിലായാലും ശരി, അല്ലാതെ നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ലൈഫിലായാലും ശരി. Though he struggles to keep his truthful ways of life, he will remain peaceful till the end because only truth will prevail in the end. ആദ്യമൊക്കെ സത്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ സത്യം നിലനിർത്താനായിട്ട് സ്ട്രഗിൾ ചെയ്യുമെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ സത്യസന്ധതയെ നിലനിർത്താനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമെങ്കിലും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? അവസാനം വരെയും നമുക്കൊരു സമാധാനം ഉണ്ടാവും. കാരണം ട്രൂത്ത് മാത്രമേ അവസാനം നിലനിൽക്കുകയുള്ളൂ, സത്യം മാത്രമേ അവസാനം നിലനിൽക്കുകയുള്ളൂ. In the story, The Hour of Truth by Percival Wilde, we learned how Baldwin, an honest man, refused to take a huge sum of money as bribe and tell lie in the court. അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള പെർസീവിൽ വൈൽഡിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ബാൽഡ്വിൻ എന്നുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് സത്യസന്ധനായിട്ട് നിൽക്കുന്നത്. അതായത് ഹ്യൂജ് സം ഓഫ് മണി വാങ്ങിക്കാതെ, ബ്രൈബ് എന്ന് പറയുന്നത് കൈക്കൂലിയാണ്, അപ്പോൾ ഹ്യൂജ് സം ഓഫ് മണി ബ്രൈബായിട്ട് വാങ്ങിക്കാതെ, കൈക്കൂലിയായിട്ട് വാങ്ങിക്കാതെ, കോർട്ടിൽ കള്ളം പറയാതെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഹീ ഈസ് റിയലി ട്രൂ ടു ഹിസ് സെൽഫ് ആൻഡ് കോൺഷ്യസ്, സ്ട്രഗിൾ ടു കീപ് ഹിസ് ട്രൂത്ത്ഫുൾ വേസ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹം തന്നോടും തൻ്റെ മനസാക്ഷിയോടും സത്യസന്ധനായി നിൽക്കുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുമുണ്ട്. ഹി ഓൾസോ പ്രൂവ്സ് ദാറ്റ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. അദ്ദേഹം പ്രൂവ് ചെയ്യുന്നത് എന്താണ്? സത്യമാണ്, അവസാന നിമിഷം വരെയും സത്യം നിലനിൽക്കുമെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുന്നു. ഇത് ടെക്സ്റ്റിലെ ലൈനാണ് കേട്ടോ, അത് ഞാൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഹി റിമെയിൻഡ് honest till the end. As you know, the protagonist Robert Baldwin and another character named John Grisham worked together in a bank of which Grisham was the governor and Baldwin was an employee. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ സ്പീച്ച് അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വേർഡ്സൊക്കെ നമ്മൾ ഇടയ്ക്ക് ആഡ് ചെയ്യണം. as you know അങ്ങനത്തെ കുറച്ച് വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, അപ്പം റോബർട്ട് ബാൽവിനും ഗ്രിഷാമും ഒരേ ബാങ്കിലാണ് വർക്ക് ചെയ്തത്. അവർ ഒരാൾ ഗവർണറും മറ്റേ ആൾ എംപ്ലോയിയുമായിരുന്നു. Everything were going smooth between them till Grisham misappropriates bank money and the bank is closed and Grisham is in the jail. Everyone forced Baldwin just to say, I don't remember in the court when judge questions him. But Baldwin, in spite of his poverty, refuses to take the bribe. He says that he lived all his life as an honest man and he would like to die with this image. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ജഡ്ജ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയണമെന്ന്. പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ ആദ്യം മുതലേ സത്യസന്ധനായ ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്, അവസാനം വരെയും അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സ്റ്റോറി ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക, അതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ബട്ട് ബാൽവിൻ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി റെഫ്യൂസസ് ടു ടേക്ക് ബ്രൈബ്, അതൊക്കെ നമ്മൾ പറഞ്ഞു.
ഈവൻ ഹിസ് ഫാമിലി ട്രൈ ടു കൺവിൻസ് ഹിം ബട്ട് ബാൽവിൻ റിമൈൻഡ് അൺചേഞ്ച്ഡ്. ഫാമിലി പോലും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം ചേഞ്ച് ആയില്ല. ഹി ബിലീവ്സ് ദാറ്റ് ഹി വിൽ ബി എ ലയർ, എ ഹിപ്പോക്രൈറ്റ് ആൻഡ് എ തീഫ്. അദ്ദേഹം വിശ്വസിക്കുന്ന എന്താണ്? കള്ളം പറഞ്ഞാൽ താനൊരു ലയറാവും, ഒരു ഹിപ്പോക്രൈറ്റ് ആവും, അതുപോലെ ഒരു കള്ളനായിട്ട് മാറുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇഫ് ഹി ഡസ് ദിസ് ബാഡ് ആക്ട് ഇറ്റ് വിൽ എ ക്രൈം ഇൻ ഫ്രണ്ട് ഓഫ് ദ ആൾമൈറ്റി. സോ അദ്ദേഹം കള്ളം പറഞ്ഞാൽ അദ്ദേഹം ദൈവത്തിൻ്റെ മുന്നിൽ, ഓൾമൈറ്റിയുടെ മുന്നിൽ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെ ആയിപ്പോകുമെന്ന് ബാൽവിൻ വിശ്വസിച്ചിരുന്നു. ബാൽവിൻ റിമൈൻഡ് ഓണസ്റ്റ് ആൻഡ് ടോട്ട് ഹിസ് ഫാമിലി ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി. അതുപോലെ ബാൽവിൻ ഓണസ്റ്റായിട്ട് റിമൈൻഡ് ചെയ്തു, അതുപോലെ ഫാമിലിക്കും ഓണസ്റ്റിയുടെ ഇമ്പോർട്ടൻസ്, സത്യസന്ധതയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. Thus, through the story of Balvin, it is understood that honesty is one of the best habits which encourages an individual and make capable enough to solve and handle any difficult situation in his or her life. അതുകൊണ്ട് ബാൽവിൻ്റെ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലായ എന്താണ്? ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഹാബിറ്റാണ്. ഏതൊരു ഇൻഡിവിജ്വലും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഏറ്റവും നല്ല സ്വഭാവമാണ് സത്യസന്ധത. അത് നമ്മളെ ഏതൊരു പ്രശ്നവും ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനും സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലായി. Honesty acts as a catalyst in strengthening our willpower to face and fight any adversities in life. അതുപോലെ സത്യസന്ധത ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു? നമ്മളെ ഏതൊരു അഡ്വേഴ്സിറ്റിയും ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. As Benjamin Franklin, one of the founding fathers of US, gave the proverb, honesty is the best policy. എന്താണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞതുപോലെ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത് US-ൻ്റെ ഫൗണ്ടിങ് ഫാദറാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു എന്താണ്? ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോളിസി ഓണസ്റ്റി ആണെന്നുള്ള പ്രോവർബ് കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഓക്കെ, അദ്ദേഹം പറയുന്നത് പോലെയാണ്, പറയുന്നത് സത്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. വി ഓൾസോ ഹാവ് ടു കീപ് ദിസ് ഇൻ അവർ മൈൻഡ്. നമ്മളും എന്ത് ചെയ്യണം? ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് ഓർക്കണമെന്ന് പറയുന്നു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അപ്പം എപ്പോഴും സ്പീച്ച് എൻഡ് ചെയ്യുമ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺക്ലൂഡിങ് ലൈൻസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓണസ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു സ്പീച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എടുത്തെഴുതിക്കൊണ്ട് ഈ സ്പീച്ച് ചുരുക്കാം കേട്ടോ, അതിലൊന്നും കുഴപ്പമില്ല. അടുത്തത് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ സ്പീച്ചിൻ്റെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ലൈക്ക് എ ട്രാഫിക് ജാം സ്ലോസ് ഡൗൺ ദി ട്രാഫിക്, കറപ്ഷൻ സ്ലോസ് ഡൗൺ എ കൺട്രീസ് ഡെവലപ്മെൻറ്റ്. ഒരു ട്രാഫിക് ജാം എങ്ങനെയാണോ ട്രാഫിക്കിനെ സ്ലോ ചെയ്യുന്നത്, അതുപോലെ കറപ്ഷൻ നമ്മുടെ കൺട്രിയിലെ ഡെവലപ്മെൻറ്റിനെയും സ്ലോ ചെയ്യുന്നു. ഇതിനെ പറ്റിയിട്ട് നിങ്ങളൊരു സ്പീച്ച് തയ്യാറാക്കാനായിട്ടാണ് പറയുന്നത്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഓൺ ഗാന്ധി ജയന്തി ഓൺ ദ ടോപ്പിക് കറപ്ഷൻ വേസ് ടു കൗണ്ടർ ഇറ്റ്. സോ ഒരു സ്പീച്ച് തയ്യാറാക്കണം. സ്പീച്ചിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കറപ്ഷൻ വേസ് ടു കൗണ്ടർ ഇറ്റ്. അഴിമതി എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം, അതിനെ പറ്റിയിട്ട് വേണം സ്പീച്ച് തയ്യാറാക്കാനായിട്ട്. ഈ സ്പീച്ച് ഡെലിവർ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ അസംബ്ലിയിലല്ല, പകരം ഗാന്ധി ജയന്തി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒക്കേഷനിലാണ് നിങ്ങൾ ഈ ഒരു സ്പീച്ച് ഡെലിവർ ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായല്ലോ. ആദ്യത്തെ സ്പീച്ച് എന്ന് പറയുന്നത് സ്കൂൾ അസംബ്ലിയിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ സ്പീച്ച് ഗാന്ധി ജയന്തി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മേ ബി സ്കൂൾ അസംബ്ലി ആയിരിക്കാം, പക്ഷേ ദിവസം ഏതാണ്? ഗാന്ധി ജയന്തിയാണ് അല്ലേ. അപ്പം ആ കാര്യങ്ങളും കൂടി സ്പീച്ചിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഓണറബിൾ ഡിഗ്നിറ്ററീസ്, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ ബിഗിനിങ് സെൻറ്റൻസ് ആണ് ഇവിടെയും ആഡ് ചെയ്തിരിക്കുന്നത്. ടുഡേ ഈസ് October 2. അപ്പം ഇന്ന് October 2. We have gathered here to celebrate birth anniversary of Mahatma Gandhi, father of India. അതുപോലെ നമ്മളിവിടെ കൂടിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മഹാത്മാഗാന്ധിയുടെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. He took up the path of non-violence to fulfill his goals. That is why UN marked his birth anniversary as the International Day of Non-Violence. അപ്പോൾ അദ്ദേഹം നോൺ വയലൻസ് തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് യുണൈറ്റഡ് നേഷൻസ് അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് എന്ന് പറയുന്നത്, അതായത് അഹിംസാ ദിനമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. His principles of truth and non-violence are not just limited to India, and in fact the whole world follow him and his teachings. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, സത്യത്തെ പറ്റിയിട്ടും നോൺ വയലൻസിനെ പറ്റിയിട്ടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഇന്ത്യയിൽ മാത്രമല്ല ഈ ലോകം മുഴുവൻ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്.
ഗാന്ധിജി ട്രൈഡ് എ ലോ ടു ഇറാഡിക്കേറ്റ് കറപ്ഷൻ ഫ്രം അവർ സൊസൈറ്റി. ഗാന്ധിജി നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും കറപ്ഷൻ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വൺസ് ഹി സെഡ്, ഇപ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, സിവിൽ ഡിസൊബീഡിയൻസ് ബിക്കംസ് എ സേക്രഡ് ഡ്യൂട്ടി വെൻ ദ സ്റ്റേറ്റ് ഹാസ് ബിക്കം ലോലെസ് ഓർ കറപ്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സിവിൽ ഡിസൊബീഡിയൻസ്. എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് വെച്ചാൽ? സിവിൽ നിയമലംഘനം അല്ലേ. അപ്പോൾ അദ്ദേഹം പ്രാവർത്തികമാക്കിയ ഒരു എന്താണ് സമരമുറയായിരുന്നു അത് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത്, അത് ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഇദ്ദേഹം പറഞ്ഞത് എന്താണ്, അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. സൊസൈറ്റി എപ്പോഴും കറപ്റ്റാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ലോലെസ് ആണെങ്കിൽ, അതായത് നിയമമില്ല, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട നിയമം നമുക്ക് കിട്ടുന്നില്ല, സൊസൈറ്റി ഭയങ്കര കറപ്റ്റാണ് എന്നുണ്ടെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബട്ട് ഹൗ ഫാർ ഹിസ് ഐഡിയൽസ് ആർ പ്രാക്ടീസിങ് നൗ ഇസ് സ്റ്റിൽ എ ക്വസ്റ്റ്യൻ. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഐഡിയൽസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യനായി നിലനിൽക്കുന്നു. ടുഡേ വി ക്യാൻ സീ കറപ്ഷൻ എവറിവെയർ. എവിടെ നോക്കിയാലും നമുക്കിന്ന് കറപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ബൈ കറപ്ഷൻ വി മീൻ ദാറ്റ് എനി ഡിസോണസ്റ്റ് ഓർ ഇമ്മോറൽ ബിഹേവിയർ ഓർ ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ദ ഗെയിൻ ഓഫ് സം പവർഫുൾ ഓർഗനൈസേഷൻ ഓർ പീപ്പിൾ. കറപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസോണസ്റ്റും ഇമ്മോറലും ആയിട്ടുള്ള ബിഹേവിയറിനെയാണ്. അതൊരു ഓർഗനൈസേഷൻ ആവാം ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു പീപ്പിൾ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം, ഒരു ഇൻഡിവിജ്വൽ ചെയ്താലും അതും കറപ്ഷൻ തന്നെയാണ്, അഴിമതി തന്നെയാണ്. ഫോംസ് ഓഫ് കറപ്ഷൻ വേരി ബട്ട് ക്യാൻ ഇൻക്ലൂഡ് ബ്രൈബറി, എക്സോഷൻ, ക്രോണിസം, നെപ്പോട്ടിസം, പാരോഷ്യലിസം, പാട്രണേജ്, ഇൻഫ്ലുവൻസ് പെഡ്ലിംഗ്, ഗ്രാഫ്റ്റ്, എംബൽസ്മെൻറ്റ്, എക്സെട്ര. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കറപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എല്ലാ വേർഡ്സും ഒന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന 2-3 വേർഡ്സ് മാത്രമേ എഴുതിയാൽ മതി, എളുപ്പം ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കറപ്ഷൻ എന്ന് പറഞ്ഞ് കണ്ടതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിനി ഓരോന്നിൻ്റെ മീനിങ് പറഞ്ഞുതരാം. എക്സോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് ഒബ്റ്റെയിനിങ് സംതിങ്, അതായത് ഫോഴ്സിലൂടെയോ അതല്ലെങ്കിൽ ത്രെട്ടിലൂടെയോ, ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ബലമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതിനാണ് എക്സോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കൈക്കൂലിയിലെ പണമൊക്കെ വാങ്ങിച്ചെടുക്കില്ലേ, ബ്രൈബറി എന്ന് പറയുന്നത് കൈക്കൂലിയാണ്. പണമൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് ഇത്ര രൂപ ഉണ്ടെങ്കിൽ ഞാനിത് ചെയ്തു തരാം, അങ്ങനെയൊക്കെ പറയില്ലേ, അതിനെയാണ് എക്സോഷൻ എന്ന് പറയുന്നത്. അതുപോലെ നെപ്പോട്ടിസം എന്ന് വെച്ചാൽ പ്രാക്ടീസ് among those with power or influence of favoring relatives or friends. അതായത് പവറുള്ളവർ അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ളവർ എന്താ ചെയ്യുക, അവരെ റിലേറ്റീവ്സിനെയൊക്കെ തിരികെ കയറ്റില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നെപ്പോട്ടിസത്തിൽ പറയുന്നത്. അതായത് അധികാരമുള്ളവർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിലേക്കോ ഒക്കെ തിരികെ കയറ്റുക. നെക്സ്റ്റ് വൺ പാരോഷ്യലിസം. പാരോഷ്യലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലിമിറ്റഡ് ഓർ നാരോ ഔട്ട്ലുക്കാണ്. അതായത് എല്ലാ കാര്യത്തിനെയും ഒരു നാരോ മൈൻഡഡ് ആയിട്ട് കാണുന്നു. ഇപ്പോൾ എന്തെങ്കിലും ചിലരൊക്കെ വന്നിങ്ങനെ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ല, ആ ഒരു രീതിയിലുള്ള ആ ഒരു നാരോ ഔട്ട്ലുക്കിനെയാണ് ശരിക്കും പാരോഷ്യലിസം എന്ന് പറയുന്നത്. അതായത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു, മറ്റുള്ളവർ പറയുമ്പോൾ അത് വലിയ കാര്യമൊന്നും അല്ല എന്ന രീതിയിൽ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതും ഒരു കറപ്ഷൻ്റെ ഭാഗമാണ്. ദെൻ ഗ്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൈക്കൂലിയാണ് ശരിക്കും ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്സിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഒക്കെ കൈക്കൂലി കൊടുത്ത് പൊളിറ്റിക്സിലൊക്കെ പോവുക, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് കൈക്കൂലി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ കൈക്കൂലി കൊടുത്ത് ആവശ്യമില്ല യോഗ്യത ഇല്ലാത്ത സ്ഥാനത്തേക്ക് തിരികെ കയറ്റുക. അതായത് യോഗ്യത കുറഞ്ഞ ആൾക്കാരെ യോഗ്യത കൂടിയ ജോബിലേക്കൊക്കെ തിരികെ കയറ്റുന്ന ഒരു പ്രവണത, അതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എംബൽസ്മെൻ്റ് എന്ന് പറയുന്നത് തെഫ്റ്റ് അല്ലെങ്കിൽ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് ആണ്. അതായത് നമ്മൾ അധികാര സ്ഥാനത്തിരിക്കുന്നവർ എന്ത് ചെയ്യുക, ഫണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങൾക്കായിട്ട് എടുക്കുക. അതായത് ഇപ്പോൾ ഒരുപാട് ഫണ്ടുകൾ പാവപ്പെട്ടവർക്കൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുക, പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കാതിരിക്കുക. അതിനെയാണ് എംബൽസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കറപ്ഷനിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്കിതിൽ നേരത്തെ പറഞ്ഞ പോലെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് മാത്രം ഓർത്ത് വെച്ചെഴുതിയാൽ മതി. ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്, ഓൺ റേഡിയോ, ഓൺ TV, വി ഓൾവേസ് റീഡ്, ഹിയർ ആൻഡ് വാച്ച് സ്റ്റോറീസ് ഓഫ് കറപ്ഷൻ ആൻഡ് നെപ്പോട്ടിസം. അപ്പോൾ TV-യിലും ന്യൂസ് പേപ്പേഴ്സിലും അങ്ങനെയുള്ള എല്ലാ മീഡിയാസിലൂടെയും നമ്മൾ ദിവസവും അഴിമതിയെ പറ്റിയിട്ടും നെപ്പോട്ടിസത്തിനെ പറ്റിയിട്ടുമൊക്കെ കേൾക്കാറുണ്ട്. ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ദിസ്?
ഇഫക്റ്റീവ് ലോസ് ഇസ് നീഡഡ് ടു പണിഷ് ദോസ് കറപ്റ്റഡ് പീപ്പിൾ. അപ്പോൾ ഇതെങ്ങനെ നിർത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റീവായിട്ടുള്ള നിയമങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെ കറപ്റ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ പണിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമാണ്. സ്ട്രോങ് ലീഗൽ ഫ്രെയിം വർക്ക്, ഇഫക്റ്റീവ് കോർട്ട് സിസ്റ്റം ആൻഡ് ലോ എൻഫോഴ്സ്മെൻറ്റ് വിങ് എക്സെട്ര വിൽ ഹെൽപ്പ് ടു ഡു ദിസ്. അതുപോലെ ഇഫക്റ്റീവായിട്ടുള്ള ലീഗൽ ഫ്രെയിം വർക്ക്, അതായത് നിയമവ്യവസ്ഥിതി വേണം. അതുപോലെ ഇഫക്റ്റീവായിട്ടുള്ള കോർട്ട് സിസ്റ്റം, കോടതി വ്യവസ്ഥ വേണം. അതുപോലെ ഇഫക്റ്റീവായിട്ട് ലോസ് എൻഫോഴ്സ് ചെയ്യുന്ന വിങ് വേണം. അതായത് അഴിമതിയൊക്കെ കണ്ടുപിടിക്കാനുള്ള കുറച്ച് എൻഫോഴ്സ്മെൻറ്റ് വിങ് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഴിമതി നമുക്ക് കൺട്രോൾ ചെയ്യാം. അനദർ മെത്തേഡ് ഇസ് ടു ക്രിയേറ്റ് അവെയർനെസ് എമംഗ് ദ കോമൺ പീപ്പിൾ. മറ്റൊരു മെത്തേഡ് കോമൺ പീപ്പിൾ, സാധാരണക്കാർക്ക് ഒരു അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതോറിറ്റീസ് ക്യാൻ ഈസിലി ചീറ്റ് ഇന്നസെൻറ്റ് കോമൺ പീപ്പിൾ എസ്പെഷ്യലി ടു ദോസ് ഹു ആർ ഇഗ്നറൻറ്റ്. അപ്പോൾ ശരിക്കും അതോറിറ്റീസിന് ഈസിലി ചീറ്റ് ചെയ്യാനായിട്ട് പറ്റും കോമൺ പീപ്പിളിനെ, എസ്പെഷ്യലി ഇഗ്നറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇൻ സച്ച് കേസസ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇസ് എ മസ്റ്റ് തിങ്. ഇങ്ങനത്തുള്ള കേസിൽ എസ്പെഷ്യലി ദോസ് ഹു ആർ ഇഗ്നറൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ ചീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ശരിക്കും എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള അഴിമതികൾ തടയാൻ പറ്റും. റിഫോമിംഗ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രെങ്തനിങ് ദ റോൾ ഓഫ് ഓഡിറ്റ് ഏജൻസീസ് ഹെൽപ്പ് എ ലോ ടു പ്രിവെൻറ്റ് കറപ്ഷൻ. അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഒന്ന് പുതുക്കിയെടുക്കുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പുതുക്കിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഓഡിറ്റ് ശക്തമാക്കുക, അതൊക്കെ കറപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇറ്റ് അച്ചീവ്ഡ് ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഇൻ മെനി കൺട്രീസ്. പല രാജ്യങ്ങളിലും ഇങ്ങനത്തുള്ള റിഫോർമേഷൻസ്, അതായത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പല രാജ്യത്തും കറപ്ഷൻ തടയാൻ ഇടയാക്കിയിട്ടുണ്ട്. വൺ സച്ച് റിഫോം ഇസ് ദ ഡിസ്ക്ലോഷർ ഓഫ് ബഡ്ജറ്റ് ഇൻഫർമേഷൻ ഇൻ ശ്രീലങ്ക വിച്ച് പ്രൊമോട്ടഡ് ട്രാൻസ്പെറൻസി ആൻഡ് പ്രിവെൻറ്റഡ് കറപ്ഷൻ അപ് ടു ആൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഈ ബഡ്ജറ്റ് ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത് ശ്രീലങ്കയിൽ വന്നതോടുകൂടി ഇതുപോലത്തെ കറപ്ഷൻ, അഴിമതി ഒരു പരിധിവരെ നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ റെഫർ ചെയ്തൊരു ആർട്ടിക്കിൾ കിടക്കുന്നത് കണ്ടപ്പോൾ അത് ജസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് തന്നേ ഉള്ളൂ കേട്ടോ. സ്ട്രെങ്തനിങ് സിറ്റിസൺസ് ഡിമാൻഡ് ഫോർ ആൻറ്റി കറപ്ഷൻ ആൻഡ് ഓൾസോ സെർവ് പണിഷ്മെൻറ്റ് ഫോർ കറപ്ഷൻ എക്സെട്ര ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് കറപ്ഷൻ. അപ്പോൾ സിറ്റിസൺസിനെ ആൻറ്റി കറപ്ഷൻ, അതായത് അതിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, അതുപോലെ കറപ്ഷന് സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുക, അതൊക്കെ കറപ്ഷൻ നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലെറ്റ്സ് ഡ്രീം ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ. അപ്പോൾ നമുക്ക് കറപ്ഷൻ ഇല്ലാത്ത, അഴിമതി ഇല്ലാത്തൊരു ഇന്ത്യയെ പറ്റിയിട്ട് സ്വപ്നം കാണാം. ഹാപ്പി ഗാന്ധി ജയന്തി വൺസ് അഗെയിൻ. താങ്ക് യു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഗാന്ധി ജയന്തി ആൻഡ് താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്പീച്ച്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇത് ഈസിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.